കേരളത്തിലുടനീളം കാണപ്പെടുന്ന മുറികൂട്ടി, കല്ലുരുക്കി, മീനാങ്കണി, സന്യാസിപ്പച്ച, ഋഷിപക്ഷ എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്നൊരു ചെടിയാണിത്. ഏകദേശം 1 അടി വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയുടെ ഇലകൾ വളരെ ചെറുതാണ്. ഇതിൻ്റെ പച്ച നിറത്തിലുള്ള തണ്ടുകളുടെ ചുറ്റുപാടും ധാരാളം ഇലകൾ കാണപ്പെടുന്നു. വെള്ള നിറത്തിൽ ചെറിയ പൂക്കളും പച്ച നിറത്തിൽ മല്ലിയുടെ ആകൃതിയിലുള്ള ചെറിയ കായ്കളും ഇതിന് കാണപ്പെടാം. പ്രധാനമായിട്ടും വൃക്കയിലെ കല്ലിനെ അലിയിച്ച് കളയാനായിട്ടാണ് ഈ സസ്യത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കല്ലുരുക്കി എന്ന പേരും ലഭിച്ചത്. മൂത്രത്തിൽ കല്ലിലാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതെങ്കിലും അത് അങ്ങനെയാണ് അറിയപ്പെടുന്നതെങ്കിലും കഫം, പിത്തം, പനി, മുറിവ്, ത്വക്ക് രോഗങ്ങൾ, പ്രമേഹം, അതിസാരം, ചെവിവേദന, ഗൊണോറിയ, തലവേദന, മഞ്ഞപ്പിത്തം, പാമ്പ് കടി, നമുക്ക് വയറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പല്ല് വേദന, അരിമ്പാറ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നമുക്കിതിനെ ഉപയോഗിക്കാം. മൂത്രത്തിൽ കല്ല് ഇല്ലാതാക്കുന്നതിന് കല്ലുരുക്കി പല രീതിയിലും നമ്മുടെ നാട്ടിൽ പല ആളുകളും ഉപയോഗിക്കാറുണ്ട്. കല്ലുരുക്കിയുടെ സാമാന്യം വലുപ്പത്തിലുള്ള ഒരു ചെടി സമൂലം കഴുകി വൃത്തിയാക്കി നല്ലപോലെ അരച്ച് കരിക്കും വെള്ളത്തിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ ഒരാഴ്ച പതിവായിട്ട് കഴിച്ചാൽ മൂത്രത്തിൽ കല്ല് മാറാനായിട്ട് അത് നല്ലതാണ്. ഇതേപോലെ തന്നെ കരിക്കും വെള്ളത്തിന് പകരം പാലിൽ ചേർത്ത് കഴിച്ചാലും ഇത് നല്ലതാണ്. അതുമല്ലെങ്കിൽ കല്ലുരുക്കി സമൂലം അരച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ രാവിലെ വെറും വയറ്റിൽ കഴിച്ചാലും മതിയാകും. ഇനി നമുക്ക് വീക്കം, പനി, മുറിവുകൾ, അൾസർ, ത്വക്ക് രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കായിട്ടും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പ്ലാസ്മ ഇൻസുലിൻ പ്രവർത്തനം വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കും. എങ്കിലും കൂടുതലായിട്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാകുന്ന കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ബ്ലാഡർ സ്റ്റോണിനാണ് ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നത്. വെള്ളം കുറച്ച് കുടിക്കുന്നവർ അല്ലെങ്കിൽ ധാരാളമായിട്ട് വിയർക്കുന്നവർ, പ്രത്യേകിച്ച് നമുക്ക് ഈ വേനൽക്കാലമൊക്കെ ആകുമ്പം നമുക്ക് ശരീരത്തിൽ നിന്ന് ധാരാളമായിട്ട് ഇതുപോലെ ജലാംശം കുറയുന്നതായിട്ടൊക്കെ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ഈ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. അതിനുള്ളൊരു പ്രതിവിധി നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ തുടക്കക്കാരിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള മരുന്ന് ചെടികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് തുടക്കത്തിൽ തന്നെ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.